ബഷീർ ദിനം എന്നാണ്? ഉത്തരം ജൂലൈ 5. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്നായിരുന്നു? ഉത്തരം 1908 ജനുവരി 21. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ യഥാർത്ഥ പേര് എന്തായിരുന്നു? ഉത്തരം കൊച്ചു മുഹമ്മദ്. ബഷീർ ജനിച്ച കൊല്ലവർഷ തീയതി എന്നാണ്? ഉത്തരം 1083 മകരം 8. ബഷീറിന്റെ ജന്മസ്ഥലം എവിടെയാണ്? ഉത്തരം കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിലെ തലയോലപ്പറമ്പിൽ. ബഷീറിന്റെ പിതാവിന്റെ പേര് എന്താണ്? ഉത്തരം കായി അബ്ദുറഹ്മാൻ. ബഷീറിന്റെ മാതാവിന്റെ പേര് എന്തായിരുന്നു? ഉത്തരം കുഞ്ഞാത്തുമ്മ. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. കഥയുടെ സുൽത്താൻ, കഥയിലെ സുൽത്താൻ, ബേപ്പൂർ സുൽത്താൻ, കേരളത്തിലെ സുൽത്താൻ, മലയാളത്തിലെ സുൽത്താൻ, മലയാള സാഹിത്യത്തിലെ സുൽത്താൻ തുടങ്ങിയ വിശേഷണങ്ങളിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആരെ കാണാനാണ് ബഷീർ വീട്ടിൽ നിന്നും ഒളിച്ചോടിയത്? ഉത്തരം മഹാത്മാഗാന്ധിയെ. ബഷീറിന്റെ സഹോദരങ്ങൾ ആരൊക്കെയായിരുന്നു? ഉത്തരം അബൂബക്കർ, അബ്ദുൽ ഖാദർ, ഹനീഫ, ഫാത്തിമ. ബഷീർ വിവാഹിതനായ വർഷം? ഉത്തരം 1958. ബഷീറിന്റെ മക്കൾ ആരെല്ലാമാണ്? ഉത്തരം ഷാഹിന, അനീസ്. ബഷീറിന്റെ ഭാര്യയും മക്കളും ബഷീറിനെ വിളിച്ചിരുന്ന പേര്? ഉത്തരം ടാറ്റ. വിവാഹത്തിന് ശേഷം ബഷീർ ബേപ്പൂരിലെ ഏത് വീട്ടിലേക്കാണ് താമസം മാറ്റിയത്? ഉത്തരം വയലാലിൽ വീട്ടിൽ. ബഷീറിന്റെ ഭാര്യയുടെ പേര് എന്തായിരുന്നു? ഉത്തരം ഫാത്തിമ ബീവി അല്ലെങ്കിൽ ഫാബി. ഫാബി ബഷീറിന്റെ ആത്മകഥ എന്താണ്? ഉത്തരം ബഷീറിന്റെ എടിയെ. ബഷീറിന്റെ ആദ്യത്തെ കഥയുടെ പേര് എന്താണ്? ഉത്തരം തങ്കം. ബഷീറിന്റെ ആദ്യ കഥയായ തങ്കം പ്രസിദ്ധീകരിച്ച പത്രം ഏതായിരുന്നു? ഉത്തരം ജയകേസരി. ബഷീറിന്റെ ആദ്യത്തെ കൃതി ഏതായിരുന്നു? ഉത്തരം 1942 പുറത്തിറങ്ങിയ പ്രേമലേഖനം. ബഷീറിനെ സുൽത്താൻ എന്ന് വിളിച്ചത് ആരായിരുന്നു? ഉത്തരം ബഷീർ തന്നെ. ഗാന്ധിജിക്കൊപ്പം ബഷീർ പങ്കെടുത്ത സമരം ഏതായിരുന്നു? ഉത്തരം കോഴിക്കോട് നടന്ന ഉപ്പ് സത്യാഗ്രഹം. ബഷീറിന്റെ ആത്മകഥയുടെ പേര് എന്താണ്? ഉത്തരം ഓർമ്മയുടെ അറകൾ. ബഷീറിന്റെ ജീവചരിത്ര കൃതിയുടെ പേര് എന്താണ്? ഉത്തരം ബഷീറിന്റെ ഐരാവതങ്ങൾ. ബഷീറിന്റെ ജീവചരിത്രമായ ബഷീറിന്റെ ഐരാവതങ്ങൾ രചിച്ചത് ആരാണ്? ഉത്തരം EM അഷറാഫ്. ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏതായിരുന്നു? ഉത്തരം സോജ രാജകുമാരി. ഭാർഗവീ നിലയം എന്ന ചിത്രത്തിന് തിരക്കഥ എഴുതിയത് ആരാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ഭാർഗവീ നിലയം എന്ന ചിത്രം ബഷീറിന്റെ ഏത് കഥയെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയതാണ്? ഉത്തരം നീല വെളിച്ചം. ഭാർഗവീ നിലയം എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ആരായിരുന്നു? ഉത്തരം M വിൻസെന്റ്. ഭാർഗവീ നിലയം എന്ന ചിത്രത്തിന്റെ നായക വേഷത്തിൽ അഭിനയിച്ചത് ആരായിരുന്നു? ഉത്തരം മധു. അനുഗ്രഹീതനായ ബഷീർ ഇത് ആരുടെ രചനയാണ്? ഉത്തരം തരകൻ KM. ഉജ്ജീവനം എന്ന വാരികയിൽ ഏത് തൂലികാ നാമത്തിലാണ് ബഷീർ എഴുതിയിരുന്നത്? ഉത്തരം പ്രഭ. ഈ വെളിച്ചത്തിനെന്ത് വെളിച്ചം എന്ന ബഷീറിന്റെ വിഖ്യാതമായ പദപ്രയോഗം ഉള്ള നോവൽ ഏതായിരുന്നു? ഉത്തരം ഇന്റുപ്പാപ്പയ്ക്കൊരു ആനയുണ്ടായിരുന്നു. ബഷീർ എഴുത്തും ജീവിതവും എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? ഉത്തരം EM അഷറാഫ്. നീല വെളിച്ചം എന്ന കഥയുടെ ചലച്ചിത്ര ആവിഷ്കാരം ഏതാണ്? ഉത്തരം ഭാർഗവീ നിലയം. മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ചിത്രം ഏതാണ്? ഉത്തരം 1990 പുറത്തിറങ്ങിയ മതിലുകൾ. ബഷീറിന്റെ ബാലസാഹിത്യ കൃതി ഏതാണ്? ഉത്തരം സർപ്പയജ്ഞം.
ആകാശമിട്ടായി കഥാപാത്രമാകുന്ന ബഷീറിന്റെ നോവൽ ഏതാണ്? ഉത്തരം പ്രേമലേഖനം. മജീദും സുഹറയും കഥാപാത്രമാകുന്ന ബഷീറിന്റെ പുസ്തകം ഏതാണ്? ഉത്തരം ബാല്യകാല സഖി. ബേപ്പൂർ എന്ന പ്രദേശം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കോഴിക്കോട്. ബഷീർ എഴുതിയ ഏക നാടകം ഏതാണ്? ഉത്തരം കഥാബീജം. ബഷീർ പ്രസിദ്ധീകരിച്ച വാരികയുടെ പേര്? ഉത്തരം ഉജ്ജീവനം. ഭാരതത്തിൽ സാഹിത്യത്തിന് നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരം ഏതാണ്? ഉത്തരം ജ്ഞാനപീഠം. മരിക്കുന്നതിനു മുൻപ് മാവിന് വെള്ളമൊഴിച്ച മനുഷ്യന്റെ കഥ പറയുന്ന ബഷീറിന്റെ കഥ ഏതാണ്? ഉത്തരം തേന്മാവ്. എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രം ബഷീറിന്റെ ഏത് കൃതിയിലുള്ളതാണ്? ഉത്തരം ആനവാരിയും പൊൻകുരിശും. ആനവാൽ കിട്ടാൻ ബഷീർ നടത്തിയ ഗംഭീര പ്രയത്നത്തിന്റെ കഥ ഏതാണ്? ഉത്തരം ആനപ്പൂട. നാരായണി എന്ന കഥാപാത്രം ഉള്ളത് ബഷീറിന്റെ ഏത് കൃതിയിലാണ്? ഉത്തരം മതിലുകൾ. പാത്തുമ്മയുടെ ആടിലെ നായികയായ ബഷീറിന്റെ സഹോദരി ആരാണ്? ഉത്തരം ഫാത്തിമ. ഒന്നും ഒന്നും ഇമ്മണി ബല്യ ഒന്ന് എന്ന പ്രയോഗം ഏത് പുസ്തകത്തിലാണ് ഉള്ളത്? ഉത്തരം ബാല്യകാല സഖി. മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീറിന്റെ കൃതി ഏതാണ്? ഉത്തരം വിശ്വവിഖ്യാതമായ മൂക്ക്. ബഷീറിന് ആദ്യമായി ജയിൽവാസം ലഭിച്ച സ്വാതന്ത്ര്യ സമരം ഏതാണ്? ഉത്തരം കോഴിക്കോട് ജില്ലയിലെ ഉപ്പ് സത്യാഗ്രഹം. സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണ് ഉള്ളത് എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന ബഷീറിന്റെ കൃതി ഏതാണ്? ഉത്തരം ഭൂമിയുടെ അവകാശികൾ. അനുഗ്രഹീതനായ ബഷീർ ആരുടെ രചനയാണ്? ഉത്തരം തരകൻ കെ.എം. ആധുനിക മലയാള സാഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട എഴുത്തുകാരിൽ ഒരാൾ ആരാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി ആരാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മാസ്റ്റർ പീസ് എന്നറിയപ്പെടുന്ന കൃതി ഏതാണ്? ഉത്തരം ബാല്യകാല സഖി. മണ്ടൻ മുത്തപ്പ ബഷീറിന്റെ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഉത്തരം മുച്ചീട്ട് കളിക്കാരന്റെ മകൾ. സാഹിത്യത്തിലെ ആധുനികതയുടെ ശബ്ദം എന്നറിയപ്പെടുന്ന ബഷീറിന്റെ കൃതി ഏതാണ്? ഉത്തരം ശബ്ദങ്ങൾ. ബഷീറിനെ ഡീലിറ്റ് നൽകിയ സർവകലാശാല ഏതാണ്? ഉത്തരം കോഴിക്കോട് സർവകലാശാല.